പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 32. വിരുന്നിൽ നീ മുഖ്യാതിഥി ആണെങ്കിൽ കേമത്തം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നീ ഇരിക്കാവൂ. കർത്തവ്യം നിർവഹിച്ചതിനു ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക, എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കരുത്. വീഞ്ഞു സൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വീഞ്ഞു സൽക്കാരവേളയിലെ ശ്രുതി മധുരമായ സംഗീതം സ്വർണ്ണാഭരണത്തിലെ മരതക മുദ്രയാണ്. യുവാവെ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ, അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക, കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷിയുമായിരിക്കുക. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുകയും അരുത്. ഇടിക്കു മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലന്റെ മുമ്പിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്ത് പോവുക, അവസാനത്തവനാകരുത്. വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്നാൽ അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്യരുത്. തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിനു വേണ്ടി സ്തുതിക്കുക. ദൈവഭക്തി. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്യക്കാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസമരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. അധ്യായം 33. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ചുത്തരം പറയുക. വിഡ്ഢിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും. പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തു കുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. അസമത്വങ്ങൾ. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നതെങ്ങനെ? കർത്താവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംപൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്, ആദ്യം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തൻ്റെയും. അത്യുന്നതൻ്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം.
ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തല കുനിപ്പിക്കും. പീഡനയന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെക്കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെക്കൊണ്ട് പണിയെടുപ്പിക്കുക. അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ചെങ്ങലകളുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ടു പെരുമാറരുത്. അനീതി കാണിക്കുകയുമരുത്. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെപ്പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെപ്പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ചു നീ ഏതു വഴിക്കു പോകും? അധ്യായം 34. വ്യർത്ഥ സ്വപ്നങ്ങൾ. അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുണ്ടാകുമോ? അസത്യത്തിൽ നിന്ന് സത്യവും. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവൻ അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. ദൈവഭയം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. യഥാർത്ഥ ഭക്തി. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്ക് എന്തു ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്തു പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? അധ്യായം 35. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്നൊഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറുങ്കയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിൻ്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല.
കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന